കേരളത്തോടൊപ്പം റേഡിയോ CU. ഞാൻ ബഷീർ, മലപ്പുറം ഹരിത കേരള മിഷൻ്റെ RP വണ്ടൂർ ബ്ലോക്കിൻ്റെ ചുമതലയുള്ള വ്യക്തിയാണ്. നമ്മൾ ഹരിത കേരള മിഷൻ കേരളത്തിൽ നമുക്കറിയാം, ഈ സമകാലിക സാഹചര്യത്തിൽ നമുക്ക് കേരളം നമ്മുടെ മുഖ്യമന്ത്രി മാലിന്യമുക്ത നവകേരളമായി കഴിഞ്ഞ മാർച്ച് 31 പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനത്തിന് അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മുടെ കേരളത്തിൽ നടത്തി വന്ന മാലിന്യമുക്ത നവകേരളത്തിനായി സമയബന്ധിതമായി ഗ്രാസ് റൂട്ട് തലത്തിൽ നടത്തി വന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിക്കൊണ്ടാണ് ആ പ്രഖ്യാപനം ഉണ്ടായത്. അത് നമുക്കറിയാം, നമ്മുടെ ഒരു നാഗരികമായ ചുറ്റുപാടല്ല കേരളത്തിൻ്റേത്, ഗ്രാമീണമായ അന്തരീക്ഷമാണ്. നഗരത്തിൽ പോലും ഗ്രാമീണരുടെ സഹവാസമാണ്. അതാണ് കേരളത്തിൻ്റെ പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള വീടുകളെ നമ്മൾ ഹരിത വീടുകളായി പ്രഖ്യാപനം നടത്തി. അത് പരിശോധിച്ചു. അങ്ങനെ ഈ വീടുകളെ, കുറച്ച് വീടുകൾ 10 20 വീടുകൾ ഉണ്ടാവുമ്പോൾ അത് അയൽക്കൂട്ടങ്ങളായി മാറും. ആ അയൽക്കൂട്ടങ്ങൾ ഹരിത അയൽക്കൂട്ടങ്ങളായി മാറുന്നു. അയൽക്കൂട്ടങ്ങളായി മാറണമെങ്കിൽ അതിന് പ്രത്യേക നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ടുള്ള സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടാണ് ഈ അയൽക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിലെ എല്ലാ അയൽക്കൂട്ടങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളായി മാറിയാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ലക്ഷ്യത്തിലേക്കുള്ള ഒരു 70% നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അവശേഷിക്കുന്നത് എവിടെയാണ്? നമ്മുടെ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ അടക്കമുള്ള അങ്ങനെ ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിനുള്ള പ്രക്രിയകൾ നടത്തും. അതും ഇതോടൊപ്പം ഒരുമിച്ചാണ് നടക്കുന്നത്. ആ ഹരിത സ്ഥാപനങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഹരിത സ്ഥാപനങ്ങളിലേക്ക് നിബന്ധനകൾ കൊടുക്കുന്നു. ഒരു സ്ഥാപനം ഇങ്ങനെയായിരിക്കണം, അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെയായിരിക്കണം. ആ നിബന്ധനകൾ വീണ്ടും നമ്മൾ പരിശോധിക്കുന്നു. ആ പരിശോധനയിൽ നമ്മൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഹരിത സ്ഥാപനങ്ങളുമായി സമ്പൂർണ്ണ ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റിയെടുക്കുന്നു. പിന്നെ പ്രധാനമായിട്ടും ഇതിൽ വരുന്നത് തലമുറകൾക്ക് ഇത് കൈമാറുക എന്നുള്ളതാണ്. അതിന് നമുക്കറിയാം, അങ്കണവാടികൾ, കുട്ടികളെ ചെറുപ്പം മുതലേ ചേർക്കുന്ന അങ്കണവാടികൾ, ആ അങ്കണവാടികളെ നമ്മൾ ഹരിത അങ്കണവാടികളാകുന്നു. അങ്ങനെ എല്ലാ അങ്കണവാടികളും ഹരിത അങ്കണവാടികളാക്കി നമ്മൾ പരിശോധിക്കുന്നു, കണ്ടെത്തുന്നു. തൊട്ടടുത്ത് തന്നെ എന്താണ്? സ്കൂളുകൾ, ക്ലാസ് മുറികൾ. കാരണം കുറച്ചുകൂടി മുതിർന്ന വിദ്യാർത്ഥികളാകുമ്പോൾ ഒരു ഹരിത ക്ലാസ് മുറി എങ്ങനെയായിരിക്കണമെന്ന നിബന്ധന കൊടുക്കുന്നു. അങ്ങനെ എല്ലാ ക്ലാസ് മുറികളും ഹരിത ക്ലാസ് മുറികളാകുമ്പോൾ അതൊരു ഹരിത വിദ്യാലയമാകുന്നു. അതിൻ്റെ പരിസരത്ത് പച്ചത്തുരുത്തടക്കമുള്ള പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട് ഹരിതാപമായ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് ആ ഹരിത വിദ്യാലയം ഉണ്ടാക്കുന്നു. അങ്ങനെ ഹരിത വിദ്യാലയങ്ങളും ഹരിത കലാലയങ്ങളും ഹരിത സ്ഥാപനങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളും ഇങ്ങനെ എല്ലാം കൂടിയുള്ള നമ്മുടെ കേരളത്തെ മാലിന്യമുക്ത നവകേരളത്തിലേക്കുള്ള ഒരു കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി, ജനപ്രതിനിധികളുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ, പൊതുസമൂഹത്തിൻ്റെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ പ്രയാണത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇത് പെട്ടെന്ന് നിൽക്കുന്ന ഒരു പ്രക്രിയയല്ല. നമുക്കത് സമയബന്ധിതമായി തുടർന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. വൃത്തിയുടെ പേരിൽ നമ്മളെന്നും കുളിക്കുന്നവരാണ്. കാരണം എന്താ? ഇത് എന്നും കുളിച്ചിട്ടില്ലെങ്കിൽ വൃത്തികേടാവും. അപ്പോൾ ഈ നേടിയെടുത്ത ഈ പ്രക്രിയ അല്ലെങ്കിൽ ഈ ലക്ഷ്യം അത് തുടർന്നു കൊണ്ടുപോകുന്ന ഒരു ദൗത്യം ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ നമ്മുടെ പരിസരങ്ങൾ ഇനി ഞാൻ ഒഴുകട്ടെ, നല്ലേ, ശുദ്ധമായ തെളിനീരൊഴുകും നവകേരളം, ഇങ്ങനെയുള്ള ഓരോ ക്യാപ്ഷനിലൂടെ ഹരിത കേരള മിഷൻ നടത്തിയ പരിപാടികൾ വളരെ ബൃഹത്താണ്. കേരളത്തിൽ എല്ലാ വകുപ്പുകളുടെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഹരിത കേരള മിഷൻ്റെ പ്രവർത്തനം പോകുന്നത്. ആ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ മികവുറ്റ രീതിയിൽ നടത്തുന്നതിന് വേണ്ടി പൊതുസമൂഹത്തിൻ്റെ കൂടി എല്ലാവരുടെയും അംഗീകാരങ്ങളും പിന്തുണയും ഉണ്ടാവണം. തുടർന്നും നമുക്ക് മാലിന്യമുക്ത നവകേരളത്തിനായി പ്രയത്നിക്കാൻ നമുക്ക് സന്നദ്ധമാകണം എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. വളരെ വിശദമായി സംസാരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മലപ്പുറത്തിൻ്റെ തന്നെ മറ്റൊരു റിസോഴ്സ് പേഴ്സൺ പ്രിയപ്പെട്ട അബ്ദുൽ അലി മാസുണ്ട്. വളരെ പരിണതപ്രജ്ഞനായ അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കും. ഞാൻ അബ്ദുൽ അലി മാഷ്, ഹരിത കേരള മിഷൻ്റെ റിസോഴ്സ് പേഴ്സണാണ്. അരീക്കോട് ബ്ലോക്കിൻ്റെയും കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ ചാർജാണുള്ളത്. ഹരിത കേരള മിഷൻ നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ 4 മിഷനുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ്റെ പ്രധാനപ്പെട്ട 3 മുദ്രാവാക്യങ്ങൾ: 1 വൃത്തി, 2 വിളവ്, 3 വെള്ളം. വൃത്തി എന്ന് പറയുമ്പോൾ മാലിന്യമുക്തമായ കേരളം. ജൈവ അജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യം പലതരമുണ്ട്, അജൈവം പലതരത്തിലുണ്ട്. അതെല്ലാം മാറിക്കൊണ്ട് സുന്ദരമായൊരു കേരളം, അതിൻ്റെ ലക്ഷ്യം സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും നടക്കുന്നതിൽ മുഖ്യ പങ്ക് നിർവഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മിഷൻ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് താഴെ ഹരിത മിഷൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ TN സീമ അവറുകളും അതത് ജില്ലകളിലും മിഷന് കോർഡിനേറ്റർമാരുണ്ട്. റിസോഴ്സ് പേഴ്സൺമാരായ ആളുകളും ഞങ്ങൾക്ക് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഇടപെടുന്നതും സഹായിക്കുന്നതും കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളാണ്.
ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ജില്ലാ പഞ്ചായത്തുകൾ. മലപ്പുറം ജില്ലയിൽ 94 ഗ്രാമപഞ്ചായത്തുകളും 12 മുനിസിപ്പാലിറ്റികളുണ്ട്. അപ്പോൾ വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് മാലിന്യമുക്ത കേരളം കഴിഞ്ഞ 31-ന് ബഹുമാന്യനായ സംസ്ഥാന മുഖ്യമന്ത്രി ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അത് നിരന്തരമായ പ്രവർത്തനം, എല്ലാവരുടെയും, ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും പ്രവർത്തനം, ഞങ്ങൾക്കും നിർണായകമായ പങ്കുണ്ട് എന്ന് പറഞ്ഞെന്ന് മാത്രം. പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ മാറ്റം ദൃശ്യമായത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റും എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും സൃഷ്ടിച്ചു. ഈ മുന്നേറ്റം ആളുകൾ എങ്ങനെയാണ് കാണുന്നത്? ചെറുതായ ഒരു പ്രവർത്തനമല്ല, നിരന്തരമായ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഈ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത്. അപ്പൊ സമ്പൂർണമായ അജൈവ മാലിന്യവും ജൈവ മാലിന്യം ഇല്ലാത്ത സംസ്ഥാനം. 2, വൃത്തി കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് വെള്ളമാണ്, ശുദ്ധമായ ജലം. അത് മനുഷ്യന് മാത്രമല്ല, ജന്തു സസ്യ ജീവജാലങ്ങൾക്ക് മുഴുവൻ ആവശ്യത്തിനുള്ള വെള്ളം. കേരളത്തിലെ വെള്ളം മലിനമാക്കപ്പെടുന്ന ഉൾപ്പെടെ വെള്ളമുണ്ടായിട്ട് പോലും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുന്ന ഒരുപാട് പ്രദേശങ്ങൾ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഹരിത കേരള മിഷൻ വലിയൊരു ദൗത്യം. 1, ജല ബഡ്ജറ്റുകൾ തയ്യാറാക്കി. മലപ്പുറം ജില്ലയിൽ പെരുമ്പടപ്പ് ബ്ലോക്ക്, അതുപോലെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത്, ഇപ്പോൾ എല്ലാ അരീക്കോട്, വണ്ടൂർ ഉൾപ്പെടെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും അതിൻ്റെയൊക്കെയുള്ള ഗ്രാമപഞ്ചായത്തുകളും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ജലത്തിൻ്റെ തോത്, ആ തദ്ദേശ സ്ഥാപന പ്രദേശത്ത് ജലത്തിൻ്റെ ലഭ്യത എത്രമാത്രം യൂസ് ചെയ്യുന്നു, വളരെ ശാസ്ത്രീയമായ രീതിയിൽ പഠനം നടത്തിക്കൊണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ പ്രോജക്റ്റുകൾ പോലും വെക്കാൻ പോകുന്നതും വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സമൂലമായി ലഭ്യമായ വെള്ളത്തെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് നാടിനു വേണ്ടി അത് നിലനിർത്തുന്ന വലിയൊരു പ്രവർത്തനത്തിന്റെ തുടക്കം, അതിന് തുടർ പ്രവർത്തനമാണ് ജല ബഡ്ജറ്റുകൾ. പിന്നെ ഞങ്ങൾ തരിശുരഹിത ഗ്രാമങ്ങൾ, തരിശുരഹിത പഞ്ചായത്തുകൾ, ഹരിത സമൃദ്ധി വാർഡുകൾ, ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്തി. എങ്ങനെയാണ്? ഓരോ ഗ്രാമപഞ്ചായത്തുകളും പൂർണ്ണമായി ഒരു വാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ വാർഡിൽ ഒരു സ്ഥലം പോലും ഫെലോ ലാൻഡ് ആകാതെ ആളുകൾ പൂർണ്ണമായി കൃഷിക്ക് ഉപയുക്ത, അങ്ങനെ ഒരുപാട് വാർഡുകളെ കേരളത്തിൽ മാറ്റിയെടുക്കാൻ ഹരിത കേരള മിഷന് അഭിമാനപൂർവ്വം പറയുകയാണ് വലിയ നേട്ടമായി മാറിയിരിക്കുകയാണ്. അതുപോലെ ഹരിത സമൃദ്ധി വാർഡുകൾ, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം ഈ വിഷമയമായതിൽ നിന്ന് മാറിക്കൊണ്ട്, പാട്ടുപാടിയാൽ പോരാ, അതിൽ നിന്ന് മാറിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ, അതുകൊണ്ട് നമ്മുടെ എല്ലാ കൃഷിക്കും നമ്മൾ തന്നെ പ്രോത്സാഹനം കൊടുക്കുന്നു. അതുപോലെ നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ കലാലയങ്ങൾ, വിദ്യാലയങ്ങൾ, എല്ലാ സ്ഥലവും വ്യക്തിക്കും ചെയ്യാം, എനിക്കും നിങ്ങൾക്കും ചെയ്യാം. നമ്മൾ ഒഴിഞ്ഞ സ്ഥലങ്ങൾ 2 സെൻറ്റോ 5 സെൻറ്റോ 10 സെൻറ്റോ ആണെങ്കിൽ അന്യം പോകുന്ന കരിമ്പൂതം എന്ന് പറയുന്ന മരമുണ്ട്, അതിപ്പോൾ ആ സാധനം കാണുന്നില്ല. അതുപോലെ കുറുന്തോട്ടി, ആല്, പിന്നെ അതുപോലെ പക്ഷികൾ, ജന്തുക്കളൊക്കെ അന്യം നിന്ന് പോകുന്നു. അപ്പോൾ ഈ പച്ചത്തുരുത്തി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സസ്യജാലങ്ങൾ, വള്ളികൾ, പഴവർഗ്ഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആ പ്രദേശം പച്ചപ്പ് നിലനിർത്തിക്കൊണ്ട് ജലത്തെയും സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുതിയൊരു മാതൃക വെക്കുക. കേരളത്തിലെ ജൈവ സമ്പത്തിനെ നിലനിർത്തിക്കൊണ്ട് സുന്ദരമായ കേരളം അതിസുന്ദരമാക്കി നിലനിർത്തുക, അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 3-മത് ഞങ്ങൾ പറയുന്നത് വിളവാണ്. വിളവ് എന്ന കാർഷിക രംഗത്ത് തരിശു ഭൂമി ഉണ്ടാകരുത്. അവിടെ ജൈവ കണ്ടില്ലേ നിങ്ങൾ, പച്ചക്കറി കൃഷി നടത്തുക. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യയോഗ്യവും ഭക്ഷ്യേതരമല്ലാത്തവയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് വിളവിനെ പറഞ്ഞ ഒരു സ്ഥലവും വേസ്റ്റായി പോരുത്. പുതിയ തലമുറയെ കൃഷിയിലേക്കും ഇത്തരം പ്രവർത്തനങ്ങളിലേക്കും ആകർഷിപ്പിച്ചെടുക്കുക. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ പൊതുവായി നേരത്തെ പറഞ്ഞു, ഹരിത സ്ഥാപനങ്ങൾ, കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, അങ്കണവാടികൾ, സർക്കാർ ഓഫീസുകൾ, സംസ്ഥാന സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ, അർദ്ധ സർക്കാരുകൾ, അങ്ങാടികൾ ഹരിത ടൗണുകളാണ്. കേരളത്തിൽ പല സ്ഥലത്തും ഹരിത ടൗണായി. ഹരിത ടൗൺ പറഞ്ഞാൽ ആ അങ്ങാടികളിലെ സകലമാന അജൈവ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി മാറ്റിയെടുക്കുന്നു. ജൈവ മാലിന്യങ്ങളെ വളമാക്കി മാറ്റി കൃഷിക്ക് ഉപയോഗിക്കുന്നു. അജൈവ മാലിന്യങ്ങളെ ആളുകളെ നല്ല അവയർനെസ് കൊടുത്തുകൊണ്ട് നിയമം കൊണ്ട് മാത്രം കഴിയില്ല, ജനങ്ങൾ ഇതിൻ്റെ കൂടെ കൂടണം. അപ്പം ജനങ്ങൾക്ക് നിയമങ്ങളോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരൊപ്പം കൂടിക്കൊണ്ട് സുന്ദരമായ ഗ്രാമങ്ങൾ പല സ്ഥലത്തുനിന്ന് കേരളത്തിൽ കാണാൻ കഴിയും. അത്തരം ഗ്രാമങ്ങളെ മനോഹരവൽക്കരിച്ച് അവിടുത്തെ ആ നഗരത്തിലെ ആളുകളെയും കടക്കാരെയും സ്ഥാപനക്കാരെയൊക്കെ ഞങ്ങൾ ചേർത്ത് സ്ഥിരമായ സംവിധാനം ഉണ്ടാക്കി. അത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഏത് തദ്ദേശ സ്ഥാപനമാണോ അതിൻ്റെ അധ്യക്ഷന്മാരോ ജനപ്രതിനിധികളോ വന്നുകൊണ്ട് MLA പോലും കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിലെ ഒക്കെ എന്ത് സുന്ദരമാക്കിയ സ്ഥലങ്ങളാക്കിയിട്ടുണ്ട് അറിയാം. ഇതൊക്കെ ഹരിത മിഷന്റെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുള്ള നേട്ടമാണ്. അപ്പം നമ്മുടെ നാടിൻ്റെ സമൂലമായ മാറ്റത്തിന് അത് സുന്ദരമായ പ്രകൃതിയെ നിലനിർത്തി കൊണ്ടുപോകുന്നില്ല. ഹരിത മിഷൻ നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് നടത്തുന്നത്.
മിഷൻ്റെ ഈ പ്രവർത്തനം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആളുകളോട് പറയാനുള്ളത്, നിയമങ്ങൾ മാത്രം പോരാ, നമ്മുടെ പ്രവർത്തന രീതിയിൽ നമ്മൾ മാറ്റം വരുത്തിയെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ ആഗ്രഹിക്കുന്ന ഇപ്പം നെറ്റ് സീറോ പ്രവർത്തനം, നെറ്റ് സീറോ കാർബൺ നെറ്റ് സീറോ പറഞ്ഞാൽ ആഗോള താപനമാണ്, കാർബണിൻ്റെ എമിഷൻ വർദ്ധിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നെറ്റ് സീറോ പറയുന്നുണ്ട്. കേരളം എല്ലാറ്റിലും മുന്നിലാണല്ലോ. അതുകൊണ്ട് നമ്മളിവിടെ നെറ്റ് സീറോ മലപ്പുറം ജില്ലയിൽ 5 ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ 5 ഗ്രാമ നിരന്തര പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് ആ കരുതൽ പറയുന്നു, ലൈറ്റ് ഉപയോഗിക്കുന്ന കരുതൽ പറയുന്നു, ഫാനുകൾ ഉപയോഗിക്കുന്ന കരുതൽ പറയുന്നു, പിന്നെ അതുപോലെ തന്നെ മാലിന്യ കൂനകളിൽ നിന്നുണ്ടാകുന്ന ഇങ്ങനെയെല്ലാം അത് വിവിധ സർവേകൾ നടത്തി, സ്ഥാപനങ്ങളുടെ സർവേ നടത്തി 1-2 പ്രവർത്തന ഘട്ടങ്ങൾ കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ മോഡലായി എടുത്ത 5 പഞ്ചായത്തുകളുടെ പ്രവർത്തനം വഴി മലപ്പുറം ജില്ലയിലും സംസ്ഥാനത്ത് മൊത്തം സംസ്ഥാനത്ത് 150 പഞ്ചായത്തുകൾ ഇത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ചിട്ടയോടെ ആസൂത്രണമായി സേവന താല്പര്യത്തോടുകൂടി ഹരിത കേരള മിഷൻ കേരളത്തിൻ്റെ ഇന്നത്തെ മാറ്റത്തിൽ അതിനിർണായകമായ പങ്ക് വഹിച്ചു വരുന്ന ഒരു സംവിധാനമാണ് നവകേരളം സൃഷ്ടിക്കുക. ആ നവകേരളം വഴി നവതലമുറയെ രാജ്യത്തിനും ലോകത്തിൻ്റെ മുന്നിൽ എന്നും എല്ലാറ്റിനും തലയുയർത്തി നിൽക്കുന്ന കേരളമാകട്ടെ ഇതിലും മാതൃക എന്നുള്ളതാണ് ഞങ്ങളുടെ അന്തിമ ലക്ഷ്യം. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് സുലഭമായി ഒരു അങ്ങാടിയിൽ ഒരു കവലയിൽ ചെന്നാൽ നമുക്ക് ബോട്ടിൽ ബൂത്തുകൾ കാണാൻ സാധിക്കും അല്ലേ? അത് അതിൻ്റെ ഒന്നാമത്തെ ഒരു അറിവാണ്. ആ ബോട്ടിൽ ബൂത്ത് അതിൻ്റെ ഒന്നാമത്തെ ഒരു അറിവാണ്. ആ ബോട്ടിൽ ബൂത്തുകൾ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ നമ്മൾ ചോദിച്ചതിൻ്റെ ഒരു സജ്ജീകരണമാണ്. ഇതുപോലെ എല്ലാ മേഖലയിലും ഇപ്പോൾ നമ്മൾ ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഹരിത സ്ഥാപനത്തിൽ എന്തുണ്ടാവും? 3 നിറത്തിലുള്ള ബിന്നുകളുണ്ടാവും. അപ്പോൾ അതിൽ ജൈവ മാലിന്യം നിക്ഷേപിക്കുന്നത് ഇന്ന നിറത്തിലുള്ളത്, പച്ച നിറത്തിലുള്ളത്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്, പിന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അല്ലേ? അതൊരു വലിയ പ്രോസസ്സായി മാറി. കേരളത്തിൽ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് എന്ന് പോലും ഒന്നും അറിയാത്ത ഒരു വിഭാഗം ഒരു തൊഴിൽ മേഖല കൂടിയായി മാറി. മാത്രമല്ല നമ്മുടെ നാടിനെ ശുചീകരിക്കുന്ന രീതിയിൽ അവരുടെ പ്രക്രിയ സജ്ജീകരിച്ചു കഴിഞ്ഞു. ഒരു വീടുകളിലേക്ക് എത്തിച്ചെന്നുകൊണ്ട് ആ വീടുകളിൽ ചെന്നുകൊണ്ട് ഹരിതകർമ്മസേന നടത്തുന്ന ആ പ്രക്രിയ തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും 1 അതിലധികമോ MCFകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ MCFകൾക്ക് പുറമെ മിനി MCFകളും അതുപോലെ തന്നെ തുടർന്നുള്ള അനുബന്ധ കാര്യങ്ങളിലും എല്ലാവരും ജാഗരൂകരാണ്. അതിൽ നമ്മളെ കുടുംബിനികൾ എല്ലാവരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ നമുക്കിതിൽ പറയാനുള്ളത്. പിന്നെ മറ്റ് നമുക്കറിയാം, ഇനി ഞാൻ ഒഴുകട്ടെ, ഇപ്പം നേരത്തെ ഇത് സൂചിപ്പിച്ചതുപോലെ അത് വെറുതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വിമർശിക്കാൻ പറയല്ല, മുമ്പൊക്കെ ഒരു പ്രത്യേക ദിവസങ്ങളിൽ ഒരു സേവനവാരം നടത്തും, ഒരു അഴുക്കുമാറ്റം നടക്കും. അങ്ങനെയല്ല, ഇത് ശാശ്വതമായ രീതിയിൽ അവിടെ ആ പ്രദേശത്ത് ഒരു തോട് ഒഴുകിപ്പോകുന്നുണ്ട്, ഒരു കൈത്തോട് ഒഴുകിപ്പോകുന്നുണ്ട് എങ്കിൽ അത് എത്ര മീറ്റർ പോകുന്നു, അതിൻ്റെ വീതി എത്രത്തോളം ഉണ്ട്, അതിലൊരു വർഷം വരാവുന്ന വെള്ളത്തിൻ്റെ ലഭ്യത എത്രയാണ്, ഒഴുകിപ്പോകുന്ന വെള്ളം, അതിനനുസരിച്ച് അതിനെ തയ്യാറാക്കി സുഗമമായി ഒഴുകുവാനും ആ ഒഴുകുന്ന സ്ഥലങ്ങളിലൂടെയുള്ള കൃഷികളിലേക്ക് അത് വ്യാപിപ്പിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് അവിടെ എങ്ങനെ ഫലഭൂയിഷ്ടമാക്കാം എന്നുള്ള രീതിയിൽ ഫലസമ്പുഷ്ടമാക്കുന്ന മണ്ണിനെ ഉണ്ടാക്കുകയും കൃഷിഭൂമിയെ വിളവെടുക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുകയും ആവാസ വ്യവസ്ഥക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ പ്രകൃതിയെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മാലിന്യമുക്തം എന്ന് പറയുമ്പോൾ മാലിന്യങ്ങളെ നീക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കൃഷിയും വെള്ളവും പാർപ്പിടവും സൗകര്യവും വായുവും സജ്ജീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മാലിന്യം പ്രധാനമായിട്ട് 2, ഒന്ന് ജൈവ മാലിന്യം, അജൈവ മാലിന്യം. ജൈവ മാലിന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ മനുഷ്യൻ്റെ ഭക്ഷണവും മറ്റുള്ള വേസ്റ്റുകൾ. അപ്പോൾ ജൈവ മാലിന്യത്തിന് നമ്മൾ കമ്പോസ്റ്റ് സംവിധാനം, കലം കമ്പോസ്റ്റ്, അതുപോലെ ദീനബന്ധു മോഡൽ, പോർട്ടബിൾ മോഡൽ, ഒരുപാട് സംവിധാനം. ഇത് ശുചിത്വ മിഷനും അതുപോലെ സർക്കാരിനും മറ്റേ ഏജൻസിനും കൊടുക്കുക. അതുവഴി ഞങ്ങൾ അതിൽ കുറക്കുക. അത് ആളുകൾ തന്നെ ഉറവിടത്തിൽ തന്നെ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം.
അപ്പോൾ ആ ഒരു ഉറവിടത്തിൽ തന്നെ അത് സംസ്കരിക്കുന്ന രീതിയിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളെയും സർക്കാർ സംവിധാനങ്ങൾക്കും വേണ്ട പ്രോത്സാഹനവും അതിന് വേണ്ട സംവിധാനവും ഞങ്ങൾ കൂടിക്കൊടുക്കുന്നു. ഇനി അജൈവ മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ പ്ലാസ്റ്റിക് ഉൾപ്പെടെ അതിൽ തന്നെ ഉണ്ട് അജൈവ മാലിന്യങ്ങൾ, പിന്നെ ഇലക്ട്രോണിക് മാലിന്യങ്ങളുണ്ട്, അപകടകാരികളായ മാലിന്യങ്ങളുണ്ട്. ഇപ്പം ഈ അജൈവ മാലിന്യങ്ങൾ, അപകടകാരികളായ മാലിന്യങ്ങളും ഇലക്ട്രോണിക് മാലിന്യങ്ങളും സാധാരണ പ്ലാസ്റ്റിക്, ടയർ, ട്യൂബ്, തെർമോക്കോൾ ഇതൊക്കെ ഉണ്ട്. ഇവ ഹരിത കർമ്മസേന അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചിട്ട് അതിലിപ്പോൾ തുണിത്തരങ്ങൾ ഉൾപ്പെടെ അവർ ശേഖരിക്കുന്നുണ്ട്. ചെരുപ്പ്, പ്ലാസ്റ്റിക്, പേപ്പർ എല്ലാം ശേഖരിക്കുന്നു. അതൊക്കെ വേറെ രീതിയിൽ റോഡ് നിർമ്മാണത്തിനും മറ്റു രീതിയിലൊക്കെ ഉപയോഗിച്ച് പോവാണ്. ഇതിൽ അപകടകാരികളായ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് അത് ആ രീതിയിൽ തന്നെ ശേഖരിച്ചുകൊണ്ട് ഒന്ന് ആശുപത്രികളൊക്കെ ഇമേജ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം വഴിയാണ് പോകുന്നത്. കേരളത്തിൽ ക്ലീൻ കേരളയും അതുപോലെ കേരളത്തിൽ കുറേ അക്രഡിറ്റഡ് ഏജൻസി ഉണ്ട്. അവർ തദ്ദേശ സ്ഥാപനങ്ങൾ ശേഖരിക്കുന്നു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും MCF നിർബന്ധമാണ്, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻറ്റർ. ഈ RRF കുറച്ച് പ്രയാസമാണെങ്കിലും ഏകദേശം പഞ്ചായത്തുകളൊക്കെ അതായി എന്ന് മാത്രമല്ല കർശനമായ നിർദ്ദേശം സർക്കാർ കൊടുത്തിരിക്കുകയാണ്, കോടതിയും കൊടുത്തിരിക്കുകയാണ്, ബഹുമാനപ്പെട്ട കോടതി. MCF നിർബന്ധമാണ്. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളും, ബാക്കി ചില പഞ്ചായത്തുകൾ ഇല്ലാത്തടത്ത് വാടക ചെയ്യണം. ഹരിത കർമ്മസേന അംഗങ്ങൾ വീടുകളിൽ പോയും സ്ഥാപനങ്ങളിൽ പോയും പൊതുസ്ഥലങ്ങളും ശേഖരിക്കുന്നവ MCF-ൽ കൊണ്ടുവരികയും അവ സെഗ്രിഗേറ്റ് ചെയ്യുക, അതായത് വേർതിരിച്ച് വിവിധങ്ങളാക്കിക്കൊണ്ട് ഈ ക്ലീൻ കേരള ഉൾപ്പെടെയുള്ള ഇതുപോലുള്ള ഏജൻസികൾ അത് കൊണ്ടുപോയി ഫലപ്രദമായ രീതിയിൽ അത് എന്തിനാണോ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ അജൈവ മാലിന്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു. ജൈവ മാലിന്യങ്ങളെല്ലാം എടുക്കുന്ന സംവിധാനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കായിട്ടില്ല. പക്ഷേ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വഴിയും അതുപോലെ ശുചിത്വ മിഷൻ്റെ, സ്വച്ഛ് ഭാരത് മിഷൻ്റെ പരിപാടികൾ വഴിയും സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വഴിയും ഗ്രാമപഞ്ചായത്തുകളിൽ ത്രിതല പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷനുടെയും തനത് പദ്ധതികൾ വഴിയും ജൈവ മാലിന്യങ്ങൾക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആളുകൾ സ്വന്തമായി ചെയ്യുന്നുണ്ട്. അതുവഴി ജൈവ മാലിന്യത്തിൻ്റെ തോത് ഘട്ടം ഘട്ടമായി കുറയ്ക്കുക. ഒരു പരിധിവരെ അത് കുറയ്ക്കാൻ ഞങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട്. അപ്പം ഹരിത കേരള മിഷൻ വെള്ളത്തെയും വൃത്തിയെയും വിളവിനെയും വിശാലാർത്ഥത്തിൽ കണ്ടുകൊണ്ട് സമഗ്രമായ ഒരു കാഴ്ചപ്പാടുള്ള പ്രവർത്തനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ അടയാളം കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ തോടിലൊക്കെ പ്ലാസ്റ്റിക് ഇപ്പം കാണാനില്ല. അതുപോലെ അങ്ങാടികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ ഹരിത അങ്ങാടി, അതുപോലെ ബോട്ടിൽ ബൂത്തുകൾ ഉൾപ്പെടെ വെച്ചോ സന്ദർഭമാക്കി എത്രയോ സ്ഥലങ്ങൾ മനോഹരമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഹരിത കേരള മിഷൻ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളുടെ അടയാളങ്ങൾ നാട്ടിൽ കണ്ടു തുടങ്ങി. ഇങ്ങനെ വിശാലമായ കാഴ്ചപ്പാടുകൂടി സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിനും സമൂല മാറ്റവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നവകേരളത്തിനായി ഹരിത കേരള മിഷൻ പ്രവർത്തിക്കുന്നത്. താങ്ക് യു. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം, ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്തിട്ടും ആളുകൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവ് നമ്പർ 1200 ഉത്തരവ് പ്രകാരം എൻ്റെ സുഹൃത്ത് RP ആയ ബഷീർ പിന്നെ കത്തിക്കുന്നതോ വലിച്ചെറിയുന്നതോ കണ്ടാൽ ഞാൻ റിപ്പോർട്ട് ചെയ്താൽ അദ്ദേഹത്തിന് തദ്ദേശ സ്ഥാപനം ഇടുന്ന ഫൈനിൻ്റെ 25% എനിക്ക് റിവാർഡാണ്. അതുപോലെ തന്നെ ഹരിത കർമ്മസേന മാലിന്യ സംസ്കരണ പ്രവർത്തനം നടത്തുന്നു. അവരെ യൂസർ ഫീ നൽകാതിരുന്നാൽ സർക്കാരിൻ്റെ ഉത്തരവുണ്ട്, കെട്ടിട നികുതി, വീടിൻ്റെ കെട്ടിട നികുതി ഇല്ലേ, കെട്ടിട നികുതി ഈടാക്കുന്നത് പോലെ ഈടാക്കണം. അതിൻ്റെ ഫൈൻ എത്രയാണ്, ആ ഫൈനും ഈടാക്കിയുകൊണ്ട് ഹരിത കർമ്മസേനയുടെ യൂസർ ഫീ നിർബന്ധമാണ്. ഇതോടൊപ്പം തന്നെ ഇത് ഹരിത നിയമങ്ങളാണ്. പോലീസ് നിയമങ്ങൾ പോലീസിനുണ്ട്, വകുപ്പുകൾക്കുണ്ട്, വിവിധങ്ങളായ വകുപ്പുകൾക്ക് എല്ലാ വകുപ്പുകളുണ്ട്. ഹരിത പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന മാലിന്യം വലിച്ചെറിയുക, കത്തിക്കുക, മറ്റുള്ളവനെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുക, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ മാലിന്യങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക്, സമൂഹത്തിന്, ജന്തു സസ്യജാലങ്ങൾക്ക് ഇതിനൊക്കെ ധാരാളം നിയമങ്ങൾ, കോടതി നിയമങ്ങളുണ്ട്, ട്രിബ്യൂണലിൻ്റെ നിയമങ്ങളുണ്ട്, പോലീസ് നിയമങ്ങളുണ്ട്, ഹെൽത്ത് സർവീസിലെ നിയമങ്ങളുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ നിയമങ്ങൾ കണക്കില്ലാതുണ്ട്. ഏതായാലും ഞങ്ങൾ ജനങ്ങളോട് പറയാനുള്ളത്, ഒന്ന്, ജനങ്ങൾ ഈ പ്രവർത്തനത്തോട് പൂർണ്ണമായി സഹകരിക്കണം. രണ്ട്, നിങ്ങൾക്കറിയാവുന്ന മേഖലകൾ മുഴുവൻ വേണ്ട പ്രചരണം കൊടുക്കുക. ഇപ്പോൾ ഗ്രാമസഭകളായാലും കുടുംബശ്രീ ആയാലും അതുപോലെ തന്നെ ജനങ്ങളുണ്ടാകുന്ന പലതരത്തിലുള്ള സംഘടനകളുണ്ട്, മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, ഇതൊക്കെ ഹരിത മിഷൻ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക്, മതസംഘടനകൾക്ക്, വ്യാപാരി വ്യവസായികൾക്ക്, റെസിഡൻസ് അസോസിയേഷൻ, സ്കൂളുകൾ, അധ്യാപകർ, എല്ലാ വിഭാഗത്തിനും ഞങ്ങൾ എത്തി. അവരെല്ലാം സഹകരണവും അതോടൊപ്പം തന്നെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് തെറ്റായി ചെയ്താൽ കർശനമായ നിയമ നടപടികളും പിഴയും ഉള്ള നിയമങ്ങൾ, ധാരാളമായി നിയമങ്ങളും ഉത്തരവുകളും സർക്കുലറുകളും കേരളത്തിലുണ്ട് എന്നുള്ള ധാരണ ആളുകൾക്കുണ്ടാകണം. അങ്ങനെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളങ്ങനെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ മനുഷ്യ സഹജമാണ്, അത് തിരുത്തി ഇതിലൊപ്പം നിന്നു കൊടുക്കണം. ഇല്ലാതിരുന്നാൽ
എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ധാരാളം നിയമങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രസിദ്ധീകരണം ഹരിത മിഷൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഹരിത നിയമങ്ങൾ, ഈ ഹരിത നിയമം എന്നുള്ള കേരള സർക്കാരിൻ്റെ ഈ പുസ്തകം, ഇതിലെല്ലാ വകുപ്പും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇത് ജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട് പരമാവധി. ബാക്കി ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രവർത്തന സഹായവും പ്രചരണ സഹായവും കൂടി ലഭ്യമായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് സാധ്യമാകും. നാടിനെ സുന്ദരമായ കേരളമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധ്യമാകും. പബ്ലിക്കിന് പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കാം. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയോ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരോ ഈവൻ മെമ്പർമാരെ പോലും അറിയിക്കാം. പോലീസിനെ അറിയിക്കാം. അതുപോലെ തന്നെ ഹരിത കേരള മിഷൻ്റെ ശുചിത്വ മിഷനെയും നേരിട്ട് അവർക്ക് അറിയിക്കാം. പൊതുജനങ്ങൾക്ക് അറിയിക്കാൻ പറ്റാവുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന സർക്കാരിൻ്റെ സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാർ, ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണൽ ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ടീമുണ്ട്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ടീമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ ഇതിന് സംവിധാനമുണ്ട്, ജില്ലാ പഞ്ചായത്ത് സംവിധാനമുണ്ട്, മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനും ഗ്രാമപഞ്ചായത്തും സംവിധാനമുണ്ട്. പുറമെ സർക്കാരിൻ്റെ പോലീസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിലൊക്കെ അവരെ പൊതുവായ പരാതി നിങ്ങൾ പറയുന്ന ആ സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 1200 ഒക്കെ ഉത്തരവ് പറഞ്ഞാൽ ആരാണോ അറിയിച്ചത്, ഇപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ പോലെ തന്നെ അറിയിച്ച ആളുകൾക്ക് ബുദ്ധിമുട്ട് വരില്ല. അറിയിച്ച ആളുകൾക്ക് അതിൻ്റെ മാന്യമായ പരിഗണനയും പാരിതോഷികവും നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ നാടിന് എവിടെയെങ്കിലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കി കൊടുത്തോളും വീണ്ടും അത് ആവർത്തിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ ആളുകൾ നീങ്ങാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നീതിപീഠത്തിൻ്റെയും അതുപോലെ മറ്റ് വകുപ്പുകളൊക്കെ ഉണ്ട്. ആ വകുപ്പുകളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് നമുക്ക് പെടുത്താൻ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഫോൺ നമ്പറുകളുണ്ട്. അതത് ഓഫീസുകൾ അതിന് സ്വീകരിക്കാൻ സംവിധാനമുണ്ട്. നിങ്ങളെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിന് സഡനായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കുന്നതുമായിരിക്കും.